ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാൽമീകി രാമായണം ഉത്തരകാണ്ഡം. രാജോപഹാരഗ്രഹണം എന്ന സർഗമാണ് വായിക്കുന്നത്. വ്യാഖ്യാനം പറയുന്നത്: ശ്രീരാമന് രാജാക്കന്മാരെല്ലാവരും ഉപഹാരങ്ങൾ സമർപ്പിക്കുന്നു. ഭഗവാൻ അതെല്ലാം സ്വീകരിക്കുന്ന ഭാഗം. ഓരോ രാജാക്കന്മാരെയും, അഭിഷേകത്തിന് വന്നിട്ടുള്ള രാജാക്കന്മാരെല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചയച്ചു, രാജ്യത്തേക്ക്. കുറച്ചു കാലം അവരൊന്നിച്ചു കഴിഞ്ഞു. മഹർഷിമാരെല്ലാവരും വന്നിരുന്നു. അവരെല്ലാവരും ഒത്തുചേർന്നപ്പോൾ പുരാണ കഥകളൊക്കെ പറഞ്ഞ് ശ്രീരാമനെ സന്തോഷിപ്പിച്ചു. സന്തോഷമായി കുറച്ച് സമയം കഴിഞ്ഞു. അതിനുശേഷം ഓരോരുത്തരെയും യാത്രയാക്കിയാണ് മിഥിലാ നരേശനെ യാത്രയാക്കി അയച്ചു. അതുമാതിരി തന്നെ കേകയ രാജാവിനെ തിരിച്ചയച്ചു. ഉപഹാരം വേണ്ട പോലെ സൽക്കാരങ്ങളും ചെയ്തില്ല, നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് സൽക്കാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അവരെയൊക്കെ യാത്രയാക്കിയത്. പിന്നീട് കാശി രാജാവിനെയും അതുപോലെ തന്നെ സൽക്കാരത്തോടുകൂടി യാത്രയാക്കി. പിന്നെ മറ്റുള്ള രാജാക്കന്മാരെയും എല്ലാവരെയും യാത്രയാക്കാണ്. എല്ലാവരും അവരവരുടെ രാജ്യത്തേക്ക് സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കുകയാണ്. ആർക്കും ശ്രീരാമനെ വിട്ടുപോകാൻ ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല. പക്ഷെ പിരിയാതെ പറ്റില്ലല്ലോ. കുറച്ചു കാലം അവരൊന്നിച്ചു കഴിഞ്ഞു. എല്ലാവരും സന്തോഷിച്ചു. ഋഷിമാരെല്ലാവരും ആ അഭിഷിക്തനായ ഒരു ദിവസമാണ് അവിടെ താമസിച്ചത്. പിറ്റേ ദിവസം എല്ലാവരും യാത്ര ചെയ്യും. പിന്നെ മറ്റ് രാജാക്കന്മാർ, മിഥിലാവനും ജനക മഹാരാജാവും മറ്റുള്ള രാജാക്കന്മാരെല്ലാവരും കുറച്ചു കാലം കൂടെ ഒന്നിച്ചു കഴിഞ്ഞു. അതിനുശേഷം സുഗ്രീവാദികളും വിഭീഷണനും കൂട്ടരൊക്കെ കുറെ കാലം കൂടെ ഭഗവാന്റെ കൂടെ ഒന്നിച്ച് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് യാത്രയാവുന്നത്. ഓരോരുത്തരും തിരിച്ചു പോയതിനു ശേഷം രാജാക്കന്മാരെല്ലാം തിരിച്ചുപോയി. അവരെല്ലാവരും അവരവരുടെ രാജ്യത്ത് ചെന്ന് ശ്രീരാമന് വേണ്ടി പല ഉപഹാരങ്ങളും കൊടുത്തയച്ചു. ഓരോരുത്തരും രാമന്റെയും ലക്ഷ്മണന്റെയും, ശ്രീരാമന്റെ അഞ്ജന്മാരായ ലക്ഷ്മണ ശത്രുഘ്നന്മാരും ഭരതനും ഒക്കെ ഓരോരുത്തരുടെ കൂടെ പോയിരുന്നു അവരെ യാത്രയാക്കാനായിട്ട്. തിരിച്ചു വരുമ്പോൾ അവരെല്ലാം ശ്രീരാമന് വേണ്ട ഉപഹാരങ്ങൾ ധാരാളം കൊടുത്തയച്ചു. രത്നങ്ങൾ, പലതരത്തിലുള്ള രത്നങ്ങൾ, അതായത് തന്നെയല്ല വിപുലമായ ധനം, വിവിധ രത്നങ്ങൾ, പിന്നെ രാജാക്കന്മാരുടെ ഉചിതമായ കാര്യങ്ങളെല്ലാം, കുതിരകൾ, ആന, കുതിര, ഒട്ടകം തുടങ്ങിയിട്ടുള്ളത്, രഥം, യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള, ക്ഷത്രിയരെ യുദ്ധം ചെയ്യലാണല്ലോ അവരുടെ. അപ്പൊ അതിനു വേണ്ട ഉപഹാരങ്ങളും രത്നങ്ങളും വസ്ത്രങ്ങളും മറ്റുള്ള സാധനങ്ങളും എല്ലാം ഇഷ്ടം പോലെ രാജാക്കന്മാർ ശ്രീരാമന് വേണ്ടി കൊടുത്തയച്ചു. ഭഗവാൻ അതെല്ലാം സ്വീകരിച്ചു. അവരെല്ലാം രാമലക്ഷ്മണന്മാരും ശ്രീരാമന് കൊണ്ട് അവര് തന്നയച്ചിട്ടുള്ള രത്നങ്ങളും മറ്റുള്ള സാധനങ്ങളെല്ലാം വേണ്ട പോലെ ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്തു. ഭരതൻ അതെല്ലാം, അവരെല്ലാവരും പറയാണ്, ഭരതൻ ഞങ്ങളെ വൈകിയാണല്ലോ വരുത്തിയത്, അറിയിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് ഈ രാക്ഷസന്മാരെ വധിക്കാൻ ആ യുദ്ധത്തിൽ പങ്കെടുക്കായിരുന്നു, കുറെ രാക്ഷസന്മാരെ വധിക്കാമായിരുന്നു എന്നാണ്. ശ്രീരാമ ലക്ഷ്മണന്മാരുടെ രാമലക്ഷ്മണന്മാരുടെ ബാഹുവീര്യത്താൽ രക്ഷിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഭയമില്ലാതെ തന്നെ അവരോട് യുദ്ധം ചെയ്യാമായിരുന്നു എന്നൊക്കെ ആ രാജാക്കന്മാര് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. അവര് ഭരതന്റെ കൂടെ അയോധ്യയിൽ തന്നെ കഴിയുന്നുള്ളൂ. ഭരതൻ വരുത്തി, പക്ഷെ യുദ്ധത്തിനൊന്നും രാക്ഷസന്മാരെ വധിക്കാനൊന്നും അവർക്ക് പോകേണ്ടി വന്നില്ല. അതാണ് അവരുടെ കുണ്ഠിതം. പോകാമായിരുന്നുവെങ്കിൽ അല്ലേ, രാജാക്കന്മാർ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് സഹർഷം മടങ്ങിപ്പോയി. സമ്പന്നങ്ങളും സന്തുഷ്ടങ്ങളും ധനധാന്യ സമൃദ്ധങ്ങളുമായിരുന്നു അവരുടെ എല്ലാ ഗൃഹങ്ങൾ. വളരെ
സന്തോഷമായിട്ട് ധാരാളം സമ്പന്ന രാജ്യങ്ങളിലുള്ള രാജാക്കന്മാരായിരുന്നു അവരെല്ലാവരും. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നാനാതരം രത്നങ്ങളും തിരുമുൽക്കാഴ്ചയായി കൊടുത്തയച്ചു. കുതിരകളെ, വാഹനങ്ങൾ, രത്നങ്ങൾ, ഗജങ്ങൾ, ചന്ദനങ്ങൾ, ദിവ്യ ആഭരണങ്ങൾ, മാണിക്യങ്ങൾ, മുത്തുകൾ, പവിഴങ്ങൾ, അഴകേറിയ ദാസിമാര്, അനേകം ചെമ്മരിയാടുകൾ, കോലാടുകൾ, പലതരം തേരുകൾ എന്നിവയെല്ലാം ആ രാജാക്കന്മാര് ശ്രീരാമന് വേണ്ടി കൊടുത്തയച്ചു. ബലാന്മാർ ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും ആ അമൂല്യ വസ്തുക്കളെല്ലാം സ്വീകരിച്ച് സ്വപുരിയിൽ അയോധ്യയിൽ തിരിച്ചെത്തി. അതെല്ലാം ശ്രീരാമന് സമർപ്പിച്ചു. അമൂല്യ വസ്തുക്കളെല്ലാം ശ്രീരാമന് സമർപ്പിച്ചു. അതെല്ലാം പ്രീതിയോടെ സ്വീകരിച്ച് മഹാത്മാവായ രാമൻ കർത്തവ്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് സുഗ്രീവന് സമ്മാനങ്ങൾ നൽകി. ആദ്യം സമ്മാനങ്ങൾ കൊടുത്ത് അവരെ യാത്രയാക്കും വേണമല്ലോ. സുഗ്രീവന് ആ ഉപഹാരങ്ങളിൽ നിന്ന് ഓരോരുത്തർക്കും, സുഗ്രീവനും വിഭീഷണനും മറ്റുള്ള വാനരന്മാർക്ക് എല്ലാവർക്കും ഓരോരോ സമ്മാനങ്ങളെല്ലാം ഭഗവാൻ കൊടുത്തു. സുഗ്രീവനാണ് ആദ്യം കൊടുത്തത്. വിഭീഷണനും വിജയം നേടാൻ സഹായിച്ച മറ്റു വാനരന്മാർക്കും രാക്ഷസന്മാർക്കും വേണ്ടതുപോലെ സമ്മാനങ്ങളൊക്കെ നൽകി. ആ മഹാബലവാന്മാരായ വാനരന്മാരും രാക്ഷസന്മാരും രാമൻ കൊടുത്ത രത്നങ്ങൾ ശിരസിലും കൈകളിലൊക്കെ ധരിച്ചു. മധുപിംഗള വർണ്ണന്മാരായ അവർ സുഗന്ധമുള്ള മധുവും മാംസങ്ങളും നന്നായി പഴുത്ത ഫലമൂലങ്ങളും ഭുജിച്ചു. സുഖമായി അവരെല്ലാം അതെല്ലാം അനുഭവിച്ചു. ഇങ്ങനെ വസിച്ചു വന്ന അവർക്ക് 1 മാസത്തിലേറെ കഴിഞ്ഞുപോയി. അങ്ങനെ 1 മാസം അവരവിടെ ശ്രീരാമന്റെ കൂടെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞു. 1 മാസം അവർക്ക് ഒരു നിമിഷം പോലെയൊക്കെ തോന്നിയുള്ളൂ. അത്ര പെട്ടെന്നാണ് ആ സമയം പോയത്. പിന്നെ 1 മാസം കൂടി അവരവിടെ താമസിക്കുക. കാമരൂപികളായ വാനരന്മാരോടും മഹാവീര്യവാന്മാരായ രാക്ഷസന്മാരോടും മഹാബലന്മാരായ ഋക്ഷന്മാരോടും കൂടി രാമനും വളരെ സന്തോഷത്തോടെ തന്നെ അവിടെ വസിച്ചു. സന്തുഷ്ടരായ ആ വാനരന്മാർക്കും രാക്ഷസന്മാർക്കും ശിശിരത്തിലെ 2ാമത്തെ മാസവും ഇങ്ങനെ സുഖമായി കഴിഞ്ഞുപോയി. പരമപ്രീതരായ അവർ മനോജ്ഞമായ ഇക്ഷ്വാകുപുരിയിൽ രാമന്റെ സൽക്കാരങ്ങളേറ്റ് സുഖമായി കാലം കഴിച്ചു. ആ ഇക്ഷ്വാകുപുരിയിൽ കുറച്ചു കാലം കൂടെ അവരവിടെ താമസിച്ചു. അതിനുശേഷം അവരവരുടെ രാജ്യങ്ങളിലേക്കൊക്കെ തിരിച്ചുപോയി. അത് വാനരരാക്ഷസന്മാരെയൊക്കെ പറഞ്ഞയച്ചു ഭഗവാൻ. ഓരോരുത്തരെയും അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പറഞ്ഞയച്ചു. വീരന്മാരും മഹാത്മാക്കളുമായ മന്നവന്മാർ ഭൂമിയിലെ എല്ലാ ദിക്കുകളെയും കുലുക്കിക്കൊണ്ട് ആഹ്ലാദത്തോടെ സ്വപുരങ്ങളിലേക്ക് മടങ്ങിപ്പോയി. രാഘവന് വേണ്ടി സന്നദ്ധരായി സന്തോഷത്തോടെ വന്നു ചേർന്നിരുന്ന അവരെല്ലാം ആയിരക്കണക്കിന് അക്ഷൗഹിണികളാൽ ചൂഴപ്പെട്ട് സംപ്രീതരായി തിരിച്ചുപോയി. കഷ്ടം, ആ രാമവൈരിയെ നാം പോരിൽ കണ്ടില്ലല്ലോ. ആ രാക്ഷസന്മാരെ വധിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നെല്ലാം ആ രാജാക്കന്മാരൊക്കെ ഖേദിച്ചു. അവര് വീരവാദം പറയായിരുന്നു. അല്ലെങ്കിൽ ആ രാമലക്ഷ്മണന്മാരുടെ കൂട്ടത്തെ നമുക്കും ആ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാമായിരുന്നു, വധിക്കാമായിരുന്നു. സമുദ്രത്തിനക്കരെ പോയി അനായാസം നമുക്ക് ആ രാക്ഷസന്മാരെ ഇവിടെ യുദ്ധം ചെയ്യാമായിരുന്നു. ഇങ്ങനെ പല കഥകളും പറഞ്ഞുകൊണ്ട് അനേകായിരം രാജാക്കന്മാർ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് സഹർഷം മടങ്ങിപ്പോയി. അവർ കൊടുത്ത ഉപഹാരങ്ങളെല്ലാം ഭഗവാൻ എല്ലാവർക്കും, സുഗ്രീവനും വിഭീഷണനും വാനരാദികൾക്കുമെല്ലാം ദാനം ചെയ്തു. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു അധ്യായമാണത്. ഇനി ആ വാനരന്മാരെയും രാക്ഷസന്മാരെയൊക്കെ അവരവരുടെ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നതാണ് അടുത്ത സർഗത്തിൽ പറയുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹിം മഹീഷ.
ഗോബ്രാഹ്മണേഭ്യः ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മംഗളം ഭഗവാൻ വിഷ്ണു മംഗളം മധുസൂദന മംഗളം പുണ്ടരീകാക്ഷ മംഗളം ഗരുഡധ്വജ മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തിതനൂജായ സാർവഭൗമായ മംഗളം. സാർവഭൗമായ മംഗളം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.